ഇപ്പം നമ്മളുള്ള താബോയിലാണ്. അപ്പോൾ താബോയിലെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം പോകുന്ന താബോ കേവ്സിലേക്കാണ്. അത് 1000 വർഷം പഴക്കമുള്ളതാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ലോക്കൽ വീടിൻ്റെ പാറ്റേൺ. ഇത് ഒരു പണ്ടത്തെ പാറ്റേൺ ആണ്. പക്ഷേ ഈ കാണുന്നത് ഇപ്പം ഒരു മോഡേൺ പാറ്റേൺ ആണ്. നമുക്ക് കേവ്സിലോട്ട് പോകണമെങ്കിൽ ഈ വഴി ഇങ്ങനെ നടന്ന് പോകണം. കുറച്ച് നടക്കാനുണ്ട്. എന്നിട്ട് നമ്മുടെ നാട്ടിലെ അപ്പൂപ്പൻ താടിയൊക്കെ പോലെ ഇതാണ് കേവ്സ്. ഇവിടെ ഇതേപോലെ കുറേ ഗുഹകളുണ്ട്. കേവ്സിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താബോൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഏറ്റവും ഓൾഡസ്റ്റ് മോണസ്ട്രി, വേൾഡിലെ തന്നെ 2ാമത്തെ ഓൾഡസ്റ്റ് മോണസ്ട്രി. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഓൾഡ് മോണസ്ട്രിയും ന്യൂ മോണസ്ട്രിയും. ഈ മോണസ്ട്രി അറിയപ്പെടുന്നത് അജന്ത എല്ലോറസ് ഓഫ് ദി ഹിമാലയസ് എന്നാണ്. കാരണം ഇവിടെ നല്ല ഓൾഡ് പെയിൻറ്റിങ്സ് ഒക്കെ കാണാൻ സാധിക്കും. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഇത് അടച്ചിട്ടിരിക്കുന്ന കാരണം ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. ചെറിയ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സാധനം ഇവരൊക്കെ കണ്ടാൽ പേടി തോന്നുമെങ്കിലും പാവങ്ങളാട്ടോ. മനസ്സും അതേപോലെ തന്നെ ആയിരിക്കും. നമ്മളൊക്കെ അടുത്ത് വന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ തലോടി കൊടുക്കാനൊക്കെ അവർ ചോദിക്കും. നമ്മളിപ്പം താബോനോട് ബൈ ബൈ പറയുകയാണ്. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. നമ്മൾ കുറേ നേരമായി വണ്ടി കാത്ത് നിൽക്കുന്നു. നമ്മളിപ്പം താബോൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കുറേ നേരമായി 2 മണിക്കാണ് വണ്ടി വരേണ്ടത്. പക്ഷേ വണ്ടി കാത്ത് നിൽക്കുന്നു. ഇപ്പോൾ 2:30 വണ്ടി വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഒന്ന് പിയോ വരെ എത്താൻ 41 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 1 മണിക്കൂറായി വണ്ടിയൊന്നും വരുന്നില്ല. പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്പിതി യാത്രയിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ബസ്സിൻ്റെ ടൈമിംഗ് ആണ്. കാരണം ഷിംലയിൽ നിന്ന് വരുന്ന ബസ് മാത്രമേ നമുക്ക് കാസിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം താബോയിൽ നിന്ന് 2 മണിക്കും പിന്നെ 5 മണിക്കും മാത്രമേ ബസ്സുള്ളൂ. നമ്മുടെ കൂടെ വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവരും കയറി പോവുക. അവിടെ ഉണ്ട് കുറച്ച് ആൻറ്റിമാർ. അവർ നടന്നു പോയി. അതെ, താഴോട്ട് പോകാനുള്ള വണ്ടി വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വരും. അങ്ങനെ ഫൈനലി 3 മണിക്കൂറിന് ശേഷം ബസ് കിട്ടിയിരിക്കുകയാണ്. താബ് വിടാൻ പോവാണ്. താബ് മുതൽ കാസ വരെയുള്ള ബസ് റൂട്ട് അതൊരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം അത്രയ്ക്ക് ഭംഗിയാണ്. എന്തായാലും ഞങ്ങൾ രാത്രി എത്തുന്നതിന് മുമ്പ് തന്നെ കാസയിൽ എത്തിച്ചേർന്നു.